എല്ലാവർക്കും ഒരു ഹൈ പോയി കാണാൻ പോകുന്നത് ത്രോൺ ഓഫ് സിലെ എന്നാനുമിൻ്റെ എപ്പിസോഡ് 41. ഓക്കെ, അപ്പോൾ എപ്പിസോഡിൻ്റെ ആദ്യം തന്നെ മാജിക് ടെമ്പിളിലെ ഒരു ലേഡി ഹാവച്ചന് സായർ ഇരിക്കുന്ന റൂമിലേക്ക് വന്നു. അവർ ഒരുമിച്ചിരിക്കുന്നത് കണ്ട് ദേഷ്യം. എന്നാൽ സായറാകട്ടെ അവരുടെ വീട്ടിലേക്ക് വന്നത് ആണ് ചോദിക്കുന്നത്, നിന്റെ വീടാ, ഇത് ഡീമൺ ഹണ്ട് പാസ്സാണ്. എന്നാൽ സായർ അവരെ സംസാരം ഇഷ്ടപ്പെടാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോഴാണ് ആ ലേഡി പറയുന്നത്, ഞാൻ നിന്റെ അമ്മയാണ്. അത് കേട്ട് ഹാവച്ചനും പുറത്തുള്ള ടീംസ് വരെ ഞെട്ടിപ്പോയി. എന്താ അമ്മയാ? ചുമ്മാലെ യങ് മാസ്റ്റർ എന്ന് വിളിക്കുന്നത് എന്ന് മനസ്സിൽ വിചാരിക്കുകയാണ്. സായർ എന്ന കൂടി ദേഷ്യം അവൾ ഹാവച്ച അവളുടെ കയ്യിൽ പിടിച്ച് കൂളാക്കാനായിട്ട് നോക്കുമ്പോൾ അതുകൊണ്ട് അവർക്ക് അത്ര രസിച്ചില്ല. അവനോട്, നീയാണല്ലേ ഹാവച്ച, നിന്നെ കമാൻഡർ വിളിക്കുന്നു ഒരു സ്പെഷ്യൽ ടാസ്കിനായിട്ട്. അതുകൊണ്ട് എല്ലാവരും പിന്നെ ഞെട്ടി. അവനെ പണി ആകും എന്നോർത്ത് സായർ ഞാൻ വരാന്ന് പറയുമ്പോൾ അവളുടെ അമ്മ, പറ്റില്ല, അവനെയാണ് വിളിച്ചത്, ഇത് മിലിറ്ററി ഓർഡറാണ്, നിനക്ക് സമ്മതിക്കാതിരിക്കാൻ പറ്റുമോ? അവനൊരു നൈറ്റാണ്, ഞാൻ പോവാം, അവളോട് എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് പിന്നെയും കൈ കൊടുത്ത്. പിന്നെ രസിച്ചില്ല. അത് കഴിഞ്ഞ് കമാൻഡർ ഒരു സ്ഥലത്ത് നിൽക്കുന്നു. മുൻപ് നടന്നതാണ് പിന്നെ ആലോചിക്കുന്നത്. സായറിന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ആ ഗ്രാൻഡ് പേയോട് ചീഫ് കമാൻഡർ സംസാരിക്കുകയാണ്. അവരുടെ സംസാരത്തിൽ നിന്ന് കമാൻഡർ അവരുടെ ഗ്രൂപ്പിലായിരുന്ന കുറെ അസാസിൻ ടെമ്പിളിലെ അവർ ഡീമൺ കോഡ് പിടിച്ചല്ലോ, അത് അവർക്ക് മനസ്സിലായി. അവരെ രക്ഷിക്കാൻ പോകാനായിട്ട് പേഴ്സണലായിട്ട് പോകാൻ നടക്കുകയാണ്. ടൈസിനൊക്കെ വളരെ അധികം ടാലന്റ് ഉള്ളവരാണ്. അവർക്ക് പോലും കഴിഞ്ഞില്ലെങ്കിൽ ആ ഡീമൺ കോഡ് ലെവലേറ്റ് അതിന് മുകളിലുള്ളതൊക്കെ ആകും. ഇതൊരു സൂയിസൈഡ് മിഷനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിൽ കൂടി അവരെല്ലാം എൻ്റെ ബ്രദേഴ്സാണ്, എനിക്ക് വിട്ടുകളയാൻ പറ്റില്ല, ഞാൻ പോകും എന്ന് ഗ്രാൻഡ് ബേർഡ് പറയുമ്പോൾ, ഇല്ല, ഇവിടുത്തെ കാര്യങ്ങളും നീ നോക്കണം, ഞാൻ പോകാം എന്ന് തിരിച്ച് പറയാണ്. ഇല്ല, പറ്റില്ല എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരം, ഞങ്ങളിവിടെ ഉണ്ടാകണം, ഞാൻ പോയി അവരെ കൊണ്ടുവരാം. അത് ഓർത്ത് സങ്കടത്തോടെ നിൽക്കുമ്പോൾ ഹാവച്ചൻ വരുന്നത്. അവനെ കൊണ്ടാണ് പിന്നെ പോകാൻ നൽകുന്നത്. അവന്റെ കയ്യിലുള്ള ഒരു റിങ് അത് കണ്ട് മനസ്സിൽ അവൾ എന്ത് കണ്ടിട്ടാണ് ഇവനെ കൊടുത്തതെന്ന് അറിയില്ല. അപ്പോഴാണ് മനസ്സിലായത് സായറിന്റെ അച്ഛനാണെന്ന്. അവന് ഡ്രസ്സ് കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നത്. എന്താണ് മിഷൻ എന്ന കാര്യം, ഡീമൺ കോഡിന്റെ കാര്യമെന്ന് എല്ലാം അവനോട് പറയുന്നുണ്ട്. വഴിയിലെന്തോ വെച്ചാണ് പോകുന്നത്. അങ്ങനെ അവസാനം അവിടെ എത്തി അസാസിൻ ടെമ്പിളുള്ളവർ നുഴഞ്ഞു കയറി. അത് കാരണം ഇപ്പോൾ അവിടെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കാനായിട്ട് പറഞ്ഞു. അതുകൊണ്ട് നോർമൽ ഡീമൻസ് എല്ലാം അവിടെ നോക്കുകയാണ്. അതിൽ നിന്ന് എസ്കേപ്പ് ആയി പോവുകയാണ്. അവരും ആ ഗ്രീൻ ലൈറ്റിൽ തൊട്ടാൽ മനസ്സിലാക്കാൻ കഴിയും. പിന്നെ പ്ലാൻ ഒന്നും നടക്കില്ല. അവനോട് പറയുന്നുണ്ട്, കമാൻഡർ ടെലിപ്പോർട്ട് ചെയ്തൊക്കെയാണ് പോകുന്നത്. അവന് മാറി പോയി. അങ്ങനെ പെട്ടെന്നൊരവസ്ഥയിൽ വരുമ്പോൾ രക്ഷിച്ചുകൊണ്ട് പോയി. അങ്ങനെ ഒരു സ്ഥലത്തെത്തി. അതിലൂടെയാണ് പോകേണ്ടത്. എന്നാൽ അവിടെ ആൾറെഡി കുറച്ച് ഡീമൻ ഉണ്ട്. എനിക്ക് അവരെ കൊല്ലാൻ സെക്കൻഡ് മതി. എന്നാൽ അവർ എക്സ്പോസ് ആകുക തന്നെ. നീ ബാക്കി മിഷൻ കംപ്ലീറ്റ് ആക്കേണ്ടി വരിക. അവനെന്നാൽ നിങ്ങളെക്കാൾ കോമ്പാക്ട് കുറവാണ്, എനിക്ക് ഞാൻ ലൂർ ചെയ്ത് കൊണ്ടുപോകാം. നോക്കിയാലേ അത് നടക്കുന്ന കാര്യമല്ല. ഇതിന് ഞാൻ നോക്കാം, സൗണ്ട് ഉണ്ടാക്കാതെ വേണം ചെയ്യാൻ എന്നുള്ളത് മറ്റൊരു കാര്യം. പുറത്ത് അവരറിയരുത്. അതിനുശേഷം ഓരോ ഡീമൻസിനെ തേടി പിടിച്ച് അതിന് പോലും മനസ്സിലാകുന്നതിന് മുൻപേ കൊന്നു വരികയാണ്. അങ്ങനെ അവസാനം ഒരു പ്ലേസ് എത്തി. ആ കേവിന്റെ ഉള്ളിലോട്ട് എത്തിയെന്ന് പറയാം. ആ വഴിയാണ് പോകണ്ടേ. എന്നാൽ അപ്പോഴാണ് അവിടെ പീക്ക് 6 ഡുവൽ ബ്ലേഡഡ് ഡീമനെ കാണുന്നത്. ഡീമൻ ഹണ്ട് പാസിലേക്ക് വന്നപ്പോൾ ടീംസ് എല്ലാം കൂടി ചേർന്ന് അതിന് എതിർത്ത ഒന്നാണ്. ഇപ്പൊ ഹാവച്ച ഒറ്റയ്ക്ക് ചെയ്യേണ്ടി വരുന്നത്. വേറെ പ്ലാൻ നോക്കാം എന്ന് പറഞ്ഞ് പോകാൻ നേരം ഒരു എലി സൗണ്ട് കേട്ട് ഇതുവഴി പോകുന്നുണ്ട്. അതിനെ കണ്ട് എല്ലാ എലികളും ഒളിച്ചിരിക്കും. അവന് ആശ്വാസമായി എന്ന് കരുതുകൊണ്ട് പെട്ടെന്നൊരു അറ്റാക്ക്, നിന്റെ സ്മെല്ലെന്ന് അതിനെ പോലെ അറ്റായിരുന്നു എന്നത് മറന്നുപോയോ എന്ന് പറഞ്ഞ് നേരെ ചാടി വന്ന് അറ്റാക്ക് ചെയ്യുന്നു. അതിൽ നിന്ന് മാറി പോവുകയാണ് ചെയ്യുന്നത്. അതിന്റെ അറ്റാക്ക് എല്ലാം ഭിത്തിയിൽ ചെന്ന് അടിക്കുന്നു. അതിന്റെ സൗണ്ട് പുറത്ത് കേട്ടാൽ ഉള്ളതെല്ലാം കൂടി വരും. അതായിട്ട് പിന്നെ ഫൈറ്റ് തുടങ്ങി. എൻ്റെ ഫുഡ് എന്നെ തേടി വന്നു, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞ് അത് പിന്നെ അവന് ടോട്ടലി എക്സ്പോസ് ആയി. ഇനി നിന്നാ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് മനസ്സിലായിട്ട് ഫൈറ്റിനായിട്ട് തന്നെ പോകാൻ നോക്കിയാൽ വാലും ചുരുട്ട് ഓടാനായിട്ട് നോക്കി. എന്നാൽ അതിന്റെ സ്പീഡ് വളരെ കൂടുതലായിരുന്നു. ഒരു പ്ലേസിൽ വെച്ച് ഉള്ളിലേക്ക് ഒരു വെട്ടുവിട്ട് അവിടുത്തെ കല്ലെല്ലാം ഇന്നും ബ്ലോക്കാക്കി മാറി. നീ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്നോ, നിന്നെ എനിക്ക് വേണം, അവർ കഴിക്കുന്നതിന് മുൻപ് എന്ന് പറഞ്ഞ് അഗ്രസീവായി. അപ്പോഴാണ് മുകളിൽ കൂടി ചാടി സോഡ വെച്ചുള്ള ക്രോസ് അറ്റാക്ക് അതടിക്കുന്നത്. അങ്ങനെ പിന്നെയും പോകുന്നു. കുറച്ചേരം ഇതെല്ലാം കണ്ട് കമാൻഡർ ചീഫും ഇവന് ഇത്രേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് റെഡിയാകാൻ നേരമാണ് ഹാവച്ച സോഡ് വെച്ച് അവൻ്റെ അച്ഛൻ്റെ സെൽഫ് മെയ്ഡ് സ്കില്ലായ ഡിസ്ട്രക്റ്റിംഗ് കില്ലിംഗ് സർക്കിള് അതിനെ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഷോക്കായി. ഇതെങ്ങനെ അവനറിയാം? ബ്രദർ ലോങ് ഷിങ്യുവിൻ്റെ അല്ലേ എന്ന് ആലോചിച്ച്, അവൻ്റെ പേര് ലോങ് എന്നാണല്ലോ സ്റ്റാർട്ടിങ്, അങ്ങനെയെങ്കിൽ ഷിങ്യുവിൻ്റെ മകനാണോ എന്ന് ആലോചിക്കണം. അവനെ അറ്റാക്ക് ചെയ്ത് അതിൻ്റെ വീക്ക് പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് നോക്കണം. അതിൻ്റെ എനർജി കുറച്ച് വീക്കാകാൻ നോക്കുകയാണ്. അത് അവസാനം ബ്രേക്കായി. ആ സമയം അവൻ സോഡും അതിലെ ലൈറ്റ് ആട്രിബ്യൂട്ട്സ് സ്കില്ല അത് ഉപയോഗിക്കുകയാണ്. ആ വേവ് പോലെ അത് ചെയ്യുന്ന ടൈം തന്നെ കമാൻഡർ വന്നു അതിനെ കൊന്നു. രണ്ടുപേരോട് ചേർന്ന് കൊന്നു. അവനപ്പോഴേക്കും വീക്കായി വീഴും എന്ന മുൻപേ അവനെ പിടിച്ചു. നീ ഓക്കെ അല്ലേ? അവന് ഓക്കെയാണ്, നമുക്ക് ബാക്കി മിഷൻ കംപ്ലീറ്റ് ആക്കാം എന്ന് പറഞ്ഞു പോയി. അങ്ങനെ അത് പിന്നെയും ചെയ്തു പോവുകയാണ്. അപ്പോഴാണ് ലെവല് കുറഞ്ഞ സോംബി ഡീമൺസ് വരുന്നത്. അതുകൊണ്ട് അതിന് കണ്ണ് കാണത്തില്ല. അത് ബ്രീത്തും സ്മെല്ലും സൗണ്ടും കേട്ടാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ പല്ല് അത് പോയിസണാണ്. അതുപോലെ നീ ലൈറ്റ് ആട്രിബ്യൂട്ട്സ് ഉപയോഗിക്കുന്നത് ഡേഞ്ചറാണ് എന്ന് പറഞ്ഞിട്ടാണ് പോയി. ആ വരുന്നതെല്ലാം മാറി ഒരു പ്ലേസിൽ ഒളിച്ചിരിക്കുന്നു. ആ സമയം കമാൻഡർ അതിനെയൊക്കെ സിമ്പിളായിട്ട് കൊല്ലുന്നുണ്ട്. അവൻ ഒളിച്ചിരുന്ന പ്ലേസിലേക്ക് വന്നു
എത്തി നോക്കിയിട്ട് പോവുകയാണ്. ഒന്ന് പോകാൻ നിൽക്കുകയാണ്. ഒരു ബ്ലഡ് ഡ്രോപ്പ് അത് താഴേക്ക് വീഴുന്നേ. ആ സൗണ്ട് മതിയല്ലോ. അതിന് മുൻപ് പറഞ്ഞ കാര്യം കണ്ണ് കണ്ടത്തില്ല, അതുപോലെ ലൈറ്റ് അഡ്ജസ്റ്റ്മെന്റ്സ് ഉപയോഗിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞത്. ആ നേരെ വന്ന അറ്റാക്ക് അതിനെ അപ്പോൾ തന്നെ കൊന്നു വന്ന പിറകെ കൂടി ചാടി ഒന്ന് കടി കൊടുക്കണം. അതിനെ തട്ടിയേറ്റി കൊന്നു കളഞ്ഞു. അപ്പോഴേക്കും അവൻ്റെ ഉള്ളിൽ ആ പോയിസൺ ആയിരുന്ന കമാൻഡർ അതിനെ കൊന്നു. അവൻ സോറി പറയുകയാണ്. എന്ന കമാൻഡർ മനസ്സിൽ ഞാൻ പറയുന്ന പോലെ തന്നെ അവൻ ചെയ്യുന്നുണ്ട്. അവനോട് നീ നന്നായിട്ട് ചെയ്ത് ലൈറ്റ് അട്രിബ്യൂട്ട്സ് ഉപയോഗിച്ചിരുന്നെങ്കിൽ അവർ എളുപ്പത്തിൽ കണ്ടുപിടിക്കായിരുന്നു. അവൻ്റെ ആ മുറിവ് അതിന് ആൻറ്റിഡോസ് കയ്യിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞു കൊടുത്ത് ടൈമായി പോകാം എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. ഒരു സൗണ്ട് നോക്കുമ്പോൾ ഡീമൺസിന് ഫുഡ് സപ്ലൈ വെഹിക്കിൾ അതിന് ഫോളോ ചെയ്ത് അതിനുള്ളിൽ കയറി അതങ്ങോട്ട് ആണ് പോകുന്നത് എന്ന് അവർക്ക് അറിയാലോ. അതിലെ ഡീമൺസ് തന്നെയായിരുന്നു. ഇതെന്താണ് ഇങ്ങനെയെന്നതിന് കമാൻഡർ ഈ പട്ടികൾ അതിന് തന്നെ ഒന്ന് കഴിക്കുന്നു. ഇപ്പോഴാണ് ഇവർക്ക് ഫുഡ് കിട്ടുന്നില്ല എന്ന കാര്യം അവർക്ക് മനസ്സിലായത്. അങ്ങനെ പോയി ആ വണ്ടി തടഞ്ഞു. അത് ഫുഡാണ് എന്നൊക്കെ പറഞ്ഞ് അതിലെ ആളും നല്ല ഫ്രഷ് ആയ സ്മെല്ലാണല്ലോ, ഞാൻ ഒന്ന് നോക്കട്ടെ. അവർ അറ്റാക്കിന് എന്ന പോലെ റെഡിയായി. എന്നാൽ അതിലെ ആള് അതായത് ആ ഡീമൻ അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോകുന്ന ഹാവച്ചനും അവനോട് എനിക്കറിയാം മിഷൻ വളരെ ഡേഞ്ചറാണെന്ന്, ഇനി ഇതിലേക്ക് ആക്കി എന്നാൽ നിനക്ക് ഒന്നും വരാതിരിക്കാൻ ഞാൻ നോക്കും എന്ന് പറഞ്ഞ് അതിനെ കൊന്നു. ഇറങ്ങി നോക്കുമ്പോൾ ഷായ്സിനെയൊക്കെ കൊന്ന ഡീമൺ കോഡിന്റെ അവിടെയാണ് വന്നിരുന്നത്. അവിടെ ചുറ്റുമായിട്ട് അവരെ കാണുകയാണ്. എല്ലാം കഴിഞ്ഞിരുന്നപ്പോഴേക്കും അവരുടെ ബോഡിയിലേക്ക് അങ്ങനെ എടുക്കുവാണ്. നിങ്ങളെ ചെയ്ത കാര്യം നമ്മുടെ ടെമ്പിളിൽ ഒരിക്കലും മറക്കില്ല എന്ന് പറഞ്ഞ് അതിനെല്ലാവരെയും എടുക്കുന്നു. ആ ജീവി അതവിടെ ഉണ്ടായിരുന്നു. അതൊന്നിലേക്ക് പോയി ആ സീർ എന്ന ഡീമൺ കോഡ് വരുന്നു. അത് എഴുന്നേറ്റ് ഞാൻ വെച്ച ട്രാപ്പിൽ അവർ വന്ന് കയറി അവരെ കുറച്ച് എൻജോയ് ചെയ്ത് നോക്കി. എന്നാൽ അവരപ്പോഴേക്കും ഡെട്ടായി പോയല്ലോ. അത് കേട്ട് ദേഷ്യം വന്നപ്പോഴാണ് മറ്റേ ഡീമൺ കൂടി വരുന്നത്. കമാൻഡർ നിങ്ങൾ അവരെ തേടി വരുമെന്ന് കരുതിയിരുന്നു, ഇനി നിങ്ങളെയും അവരുടെ കൂടെ അയക്കാം എന്ന് പറയുമ്പോൾ കമാൻഡർ നിന്നെ തേടി വന്നത് ഞാനാണ് എന്ന് പറഞ്ഞ് കമാൻഡർ അവിടെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി എന്തൊക്കെയാണ് അടുത്ത എപ്പിസോഡ് കാണാം. ഓക്കെ ബൈ.